ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് എൻ്റെ ഹോസ്റ്റലാട്ടോ. ഞാൻ എൻജിനീയറിങ്ങിന് പഠിക്കുമ്പം അവിടുത്തെ ഹോസ്റ്റലിലെ കാഴ്ചകളാണ് ഇന്ന് കാണുന്നത്. 2022 കേട്ടോ ഞാൻ കിടങ്ങൂർ എൻജിനീയറിംഗ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി ജോയിൻ ചെയ്യുന്നത്. അപ്പോഴാണ് ഞങ്ങളുടെ ഹോസ്റ്റലും സ്റ്റാർട്ട് ചെയ്തത്. ഇത് കയറി വരുമ്പോൾ ഉള്ള ഡോറാണ് കേട്ടോ. ഇവിടെ ആദ്യം വന്നപ്പോൾ ഗ്രില്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ ഷീറ്റ് അടിച്ച് കംപ്ലീറ്റ്ലി മറിച്ചത്. അതിൻ്റെ ഇടയിൽ കൂടെ തേളും അങ്ങനത്തെ ജീവികളൊക്കെ ഇങ്ങനെ കയറി വരുമായിരുന്നു. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് ഞങ്ങൾ ഷീറ്റ് അടിക്കുകയും ചെയ്ത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഉള്ള റൂം G16. കുറേ നല്ല ഓർമ്മകളുണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നേരെ വരുമ്പോൾ ഇവിടെ കോമൺ ഏരിയയിൽ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ടാവും. അവിടെ പിള്ളേരെല്ലാം വന്ന് പഠിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെ വരുമ്പം റൈറ്റ് സൈഡിലാണെങ്കിൽ ബാത്റൂം. അത് കഴിഞ്ഞിട്ട് ഇത് മെസ്സാണ് കേട്ടോ. മെസ്സിലെ സിങ്കാണേ. പിന്നെ ഉള്ളിലേക്കുള്ള കാഴ്ചകളൊന്നും ഞാൻ എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ ആൻറ്റിമാർ അന്നേരം ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ എടുക്കാനേ. ഇപ്പം നിങ്ങൾ കാണുന്ന സ്റ്റെപ്പ് ഏതാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വരില്ലേ, അപ്പോൾ അവിടെ കണ്ട സ്റ്റെപ്പാട്ടോ. അത് നേരെ കയറി വരുമ്പോൾ ഒരു കോമൺ ഹോൾ ഉണ്ട്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാനൊക്കെ പഠിക്കാറുണ്ടായേ. പിന്നെ നേരെ ലെഫ്റ്റ് എടുത്ത് പോകുമ്പോഴാട്ടോ എൻ്റെ റൂം F19 റൂമാണ്. ഇപ്പം ആകെ അലമ്പായി കിടക്കണേണ്. ഫുൾ ഹോസ്റ്റലാണല്ലോ, അപ്പം അതിൻ്റേതായ ഒരു അലമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഹോസ്റ്റലിനകത്താണെങ്കിലും ഞങ്ങൾ റൂമിൽ 3 ആൾക്കാരാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് 9 റാക്ക് ഉണ്ടായിരുന്നു. അതിലാണ് ഞങ്ങളെ സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ 3 കട്ടിൽ, ഡ്രസ്സൊന്നും വിരിച്ചിടാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല. അത് കാരണം ഞങ്ങൾ ചെയറിലും കട്ടിലൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് സിമ്മെട്രിക് ആട്ടോ. ഈ റൈറ്റ് സൈഡ് എങ്ങനെയാണോ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ്. ഞാൻ എപ്പോഴും വരാന്തയിൽ കൂടെ പോകുമ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് എത്തി നോക്കാറുണ്ടായിരുന്നു കേട്ടോ. അവിടെ പിള്ളേർ ഇരുന്ന് പഠിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ പോകുമ്പം താഴോട്ട് നോക്കും, ആരൊക്കെ അവിടെ ഇരിക്കുന്നത്, അവരൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുകളിലോട്ട് പോകുമ്പം ഓപ്പൺ ടെറസാണ് അവിടെ ഉള്ളത്. അവിടെയും കുറച്ച് തുണി ഇടാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ കുറച്ചുള്ളത് ബാത്റൂമിൻ്റെ സൈഡ്, അതൊന്നും ഞാൻ പിന്നെ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് നേരെ പോകുന്നത് ടെറസിലേക്കാട്ടോ ഞാൻ പോണേ. ടെറസ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പം പിന്നെ മഴക്കാലം ആയത് കാരണം ആകെ തെന്നിക്കിടക്കണേണ്. അപ്പോൾ അത് കാരണം ഞാൻ കൂടുതലൊന്നും നടന്നില്ല. ടെറസ് എന്ന് പറയാൻ ഞാൻ ഫസ്റ്റ് അഡ്മിഷൻ എടുത്ത് വന്നത് 27-ാം തീയതി ആട്ടോ, ഒക്ടോബർ 2022. ശരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 25 ഒക്ടോബറിനാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അഡ്മിഷൻ എടുത്ത് വന്നത്. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഞാൻ നല്ല വൈകിട്ട് എത്തിയത്, കാരണം മലപ്പുറത്ത് നിന്ന് കോട്ടയം വരെ എത്തണ്ട. അപ്പം ഒരു 4 മണി എന്തോ കഴിഞ്ഞപ്പോഴാണ് ഹോസ്റ്റലിലേക്ക് വരുന്നത്. അങ്ങനെ അന്ന് 6 മണി വരെ ഉള്ളൂ ഹോസ്റ്റൽ ടൈമിങ്. പിന്നെയാണ് ഞങ്ങൾക്ക് 6:30 വരെ നീട്ടി തന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കോളേജിൻ്റെ ഗ്രൗണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ഫുട്ബോൾ മാച്ചും ക്രിക്കറ്റ് മാച്ചും എല്ലാം നടത്താറുള്ളത്. ടെറസിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വർഷ എന്ന് പറഞ്ഞ ഒരു CS എന്നൊരു കുട്ടീനെ പരിചയപ്പെടുന്നത്. ആ കുട്ടിയാണ് പിന്നെ എനിക്ക് അന്ന് എല്ലാ റൂമിലും ചെന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി തന്നെ. ഇതിപ്പോൾ അതാ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ നേരത്തെ എല്ലാം ക്ലിയർ ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇത് എഡിറ്റ് ചെയ്യുമ്പം ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയൊരു വിഷമം. കാരണം ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ആ ഒരു ലൈഫിലോട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ ഒരു സെക്കൻഡ് ഹോം തന്നെ ആയിരുന്നു. ലാസ്റ്റ് അങ്ങനെ ഞാൻ റൂം പൂട്ടി ലോക്ക് ഇട്ടു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ആൻറ്റിമാരോടൊക്കെ ബായ് പറഞ്ഞു. ഇനി ലൈഫിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുറേ നല്ല ഓർമ്മകളായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം അത്രയ്ക്കുള്ളൂ. താങ്ക് യു.